നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. യുഎസിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെയും വിദ്യാർത്ഥികളെയും നേരിട്ട് ബാധിക്കുന്ന വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി കുടിയേറ്റ നിയമങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വീണ്ടും ഒരുങ്ങുകയാണ്. ഇത്തവണ ഈ നിയന്ത്രണങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് ഇന്ത്യക്കാരുടെ പ്രധാന ആശ്രയമായ H-1B വർക്ക് വിസകൾ, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള OPT ജോലി അനുമതികൾ, എംപ്ലോയ്മെന്റ് അധിഷ്ഠിത ഗ്രീൻ കാർഡുകൾ എന്നിവയെല്ലാം ഈ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വരാൻ പോകുന്ന ഈ മാറ്റങ്ങൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല, യുഎസിന്റെ സമ്പദ് വ്യവസ്ഥയിലും വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവയാണ്. എന്തൊക്കെയാണ് ഈ പുതിയ നിയന്ത്രണങ്ങൾ? ഇത് വിദ്യാർത്ഥികളെയും IT പ്രൊഫഷണലുകളെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. US ഭരണകൂടം തയ്യാറാക്കുന്ന പുതിയ ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് H-1B വിസകളുടെ മിനിമം ശമ്പള വർധനവാണ്. 2025 പുതിയ H-1B വിസക്കാർക്കായി $1,00,000 ഫീസ് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ശമ്പള നിരക്കുകൾ കുത്തനെ കൂട്ടാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നത്. 2026 മാർച്ചിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ നിർദ്ദേശിച്ച പുതിയ വേതന വ്യവസ്ഥകൾ പ്രകാരം തൊഴിലുടമകൾ വിദേശ തൊഴിലാളികൾക്ക് നൽകേണ്ട മിനിമം ശമ്പളം വലിയ തോതിൽ ഉയരും. തുടക്കക്കാർക്കുള്ള ശമ്പള ആവശ്യകത ഫെഡറൽ വേതന ഡേറ്റയുടെ 17% നിന്ന് 34% ഉയർത്താനാണ് നിർദ്ദേശം. അതായത് ചെയ്യുന്ന ജോലിയുടെ സ്വഭാവമനുസരിച്ച് ശമ്പളത്തിൽ 21 മുതൽ 33% വരെ വർധനവ് കമ്പനികൾ വരുത്തേണ്ടി വരും. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഒരേ തസ്തികകളിലേക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ കമ്പനികൾ എല്ലാ വർഷവും $10,000 അധികമായി ചെലവഴിക്കേണ്ടി വരും. ഇത് ചെറുകിട കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും വലിയ രീതിയിൽ ബാധിക്കും. മാത്രമല്ല, പുതിയ ബിരുദധാരികൾക്കും മിഡ് ലെവൽ പ്രൊഫഷണലുകൾക്കും US വിപണിയിൽ ആദ്യം ജോലി കണ്ടെത്തുക എന്നത് ഇനി വളരെ കഠിനമായ കാര്യമായി മാറും. ഇനി വിദേശ വിദ്യാർത്ഥികൾക്ക് പുതിയ നിയമങ്ങൾ തിരിച്ചടിയാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നിയന്ത്രണങ്ങൾ വിദേശ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ OPT സംവിധാനത്തെയും ബാധിക്കും. സാധാരണയായി പഠനം കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് യുഎസിൽ 1 വർഷം ജോലി ചെയ്യാനുള്ള അനുമതിയാണ് OPT നൽകുന്നത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ഇത് 24 മാസം കൂടി നീട്ടി ലഭിക്കും. H-1B വിസ ലോട്ടറിയിൽ പങ്കെടുക്കാനുള്ള സമയം കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമയമാണിത്. എന്നാൽ ഫോർബ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈ OPT സംവിധാനത്തിന്റെ ചില ഭാഗങ്ങൾ പൂർണ്ണമായി നിർത്തലാക്കാനോ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നു എന്നാണ്. പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണിയായ രാജീവ് S. ഖന്ന പറഞ്ഞിരിക്കുന്നത്, OPT സംവിധാനം ഒഴിവാക്കുന്നത് ഈ നിയമത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും എന്നാണ്. ഇതിന്റെ ആഘാതം ഇന്ത്യൻ പ്രൊഫഷണൽ സമൂഹത്തിനും അപ്പുറത്തേക്കും വ്യാപിക്കാൻ സാധ്യത കൂടുതലാണ്. OPT ഇല്ലാതെയാക്കിയാൽ വിദ്യാർത്ഥികൾ പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യ ശ്രമത്തിൽ H-1B ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ രാജ്യം വിടുക എന്ന കടുത്ത അവസ്ഥയിലേക്ക് വരും. ഇത് അമേരിക്കൻ സർവകലാശാലകളിലെ പ്രത്യേകിച്ച് STEM പ്രോഗ്രാമുകളിലെ റിസർച്ച് വിഭാഗങ്ങളെ തകർക്കും എന്നാണ് രാജീവ് ഖന്ന പറയുന്നത്. കാരണം ഈ ഗവേഷണ പരിപാടികളിൽ വലിയൊരു പങ്കും വിദേശ വിദ്യാർത്ഥികളാണ്. ടെക്നോളജി, ഹെൽത്ത് കെയർ, സയന്റിഫിക് റിസർച്ച് എന്നീ മേഖലകളിലുള്ള പ്രതിഭകളുടെ വരവ് ഇത് തടയും. കൂടാതെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ സംവിധാനം പെട്ടെന്ന് നിർത്തലാക്കുന്നത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. H-1B ജീവനക്കാർക്ക് $2,00,000 മിനിമം ശമ്പളം നിശ്ചയിക്കുന്നതിനെയും അദ്ദേഹം ശക്തമായി എതിർക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഇത് കേൾക്കാൻ നല്ലതാണെങ്കിലും വമ്പൻ കമ്പനികൾക്ക് നൽകാൻ കഴിയുന്ന അത്രയും തുക നൽകാൻ ശേഷിയില്ലാത്ത ആശുപത്രികൾ, റിസർച്ച് ലാബുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇടത്തരം കമ്പനികൾ എന്നിവർക്ക് ഇത് തിരിച്ചടിയാണ്. ഇത് യുഎസിലുള്ള തൊഴിലാളികളെ സംരക്ഷിക്കുകയല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ദുർബലപ്പെടുത്തും. വരും ദിവസങ്ങളിൽ നിയമങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ.